ഞങ്ങളിപ്പം അട്ടാരി ബോർഡറിൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങൾ ഇത് അകത്തോട്ടുള്ള പെർമിഷൻ എടുത്ത് പഴയ പോലെയൊന്നും അല്ല. ഇപ്പം ഇവിടെ അത്രയൊന്നും ആൾക്കാരൊന്നുമില്ല. പണ്ട് ഇവിടെ വരുമ്പോൾ നിറയെ ക്യൂവും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. ഇപ്പം നിറയെ ആൾക്കാർ കുറവാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോബ്ലമൊക്കെ വന്നതിന് ശേഷം ആയിരിക്കും ഇങ്ങനെ. വാഗാ ബോർഡറിലെത്തി. അതെ, ഇവിടെ നിന്ന് കിട്ടുക KL എവിടെ കണ്ടാലും ചാടി പിടിച്ചോളും നമ്മളിപ്പോൾ. ആക്ച്വലി ഞങ്ങൾ നിങ്ങളെ KL കണ്ടു, പക്ഷെ നിങ്ങളെ കണ്ടില്ല. ഇവിടെ വന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോഴല്ലേ KL കണ്ടത്. അതാണ് KLന്റെ ഒരു പവർ. പക്ഷെ കേരളത്തിൽ വെച്ച് എന്താ നമ്മളെ മൈൻഡ് ചെയ്യുമോ? അതില്ല. ഓക്കെ, നിങ്ങൾ മലപ്പുറം അല്ലയോ? തിരൂരല്ലാരും. നമുക്ക് റിട്ടേൺ കാണാം. എൻ്റെ ഷൈനി ദ റൈഡർ നോക്കിയാൽ ഞാൻ മലപ്പുറത്ത് വരുന്നുണ്ട്. ഞാൻ ഫെബ്രുവരിയിൽ വരുള്ളൂ. വലിയ ചണ്ടയാണെങ്കിൽ അങ്ങ് പോകണം. അപ്പോൾ നമ്മൾ അകത്ത് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കയറിയിട്ടുണ്ട്. ഞങ്ങളത് വേണ്ടേ എന്താ കവർന്നപ്പോൾ കരിക്കട്ടെ. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റോഡ് മാർഗമുള്ള ഗേറ്റ്. എന്നെങ്കിലും ഒരു ദിവസം നമുക്കിത് പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഇല്ല എങ്കിലും നമ്മൾ ക്യൂവിൽ ലാസ്റ്റ് ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ആ പതാകയുടെ താഴെയാണ് നമുക്കുള്ള ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങളെ ജസ്റ്റ് VIP സീറ്റിലോട്ട് കൊണ്ടുപോകും. അപ്പം അത്രയും ദൂരം ഇവിടെ പോകണം. BSFൻ്റെ മ്യൂസിയത്തിലാണ്. അയ്യോ, ഇത് ഒറിജിനലാണെന്ന് തോന്നി. हमारा BSF की म्यूजियम है. ओके, सब रेगिस्तान में. रेगिस्तान मीन्स राजस्थान की है ना? राजस्थान की. ओके, राजस्थान की. ये इन लोग का यूनिफॉर्म आई है वैसे. ओके, ये इधर नॉर्थ ईस्ट में मेघालय. हाँ. ओके, है तो इधर ऊपर. मैं 4 महीने पहले मैं दौकी गया. वो एक वेपन एक छोटा सा अटैक हुआ था ना. उसके 2 दिन के बाद किसी राइफल से शूट किया. ये हिस्ट्री है वो सन 71 की, जो 71 की आजाद कराया था. ओके. ये नॉर्थ ईस्ट का एरिया दिखाया हुआ है. So ज्यादातर इसका नॉर्थ ईस्ट का होता है ना. ये सब का सर्विस मोस्टली इज ऑन द नॉर्थ ईस्ट. मतलब सबसे ज्यादा बॉर्डर नॉर्थ ईस्ट में है. बॉर्डर ज्यादा वही है ना, चारों ओर में है वहाँ. बांग्लादेश बॉर्डर पे मतलब 5000 किलोमीटर. हाँ ना, बाकी भी है ना, चाइना और पाकिस्तान के साथ गुजरात से शुरू हो जाएगा ना. गुजरात से ओके ऊपर. 2000 के आसपास. हाँ, दिस इज द मेन बॉर्डर. ये मेन बॉर्डर बहुत जल्दी आ गया जब 1971 की लड़ाई में फेस अग्नि बॉर्डर सिक्योरिटी फोर्स. എൻ്റെ ടൈമാണ് ഉമ്മയുടെ അടുത്ത് ഫോൺ സൂക്ഷിക്കാൻ പറയുന്നത്. അല്ല, ഞാൻ ഫോൺ കൈ പിടിച്ചു, പിന്നെ എനിക്കത് പറ്റാത്തോണ്ട് ഞാൻ പോക്കറ്റിൽ പിന്നെ ആദത്ത്. മ്യൂസിയത്തിലെ വെപ്പൺസ് ആണ്.
അതൊന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ വാഗാ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും എന്തായാലും കുറച്ച് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ ഞങ്ങൾ നേടി. चलो अभी बॉर्डर पे ही ले चलूंगा. ബാക്കി ബോർഡർ പേ चलो बॉर्डर पे, बिल्कुल बॉर्डर पे ही ले चलता हूँ. ലാസ്റ്റ് ഞങ്ങളതാ എത്തിയിട്ടുണ്ട്. എവിടെ? कदमों से कदम मिलते हैं, हम चलते हैं जब ऐसे तो जुलूस बनते हिलते हैं. कदमों से मिलते हैं, कदमों से कदम मिलते हैं. ഞങ്ങൾ അങ്ങനെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലാണ്. അത് പാകിസ്ഥാന്റെ ബിൽഡിംഗ് ആണ്. നമ്മളിപ്പോൾ പാകിസ്ഥാൻ ബോർഡറിലൂടെയാണ് നടക്കുന്നത്. ദേ വരുന്ന 3 പേര് ആ പട്ടാളക്കാരനും പാകിസ്ഥാൻകാരാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മളിപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് ഹായ് ബൈ ആണ്. അത്ര അടുത്താണ്. അതേണ്ട ഓപ്പൺ ആയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കാണാൻ പറ്റുന്ന. ഓക്കെ, हमारा बाउंड्री लाइन है ना? ओके ओके, हमारा तो बाउंड्री नहीं किया, ऐसे ओपन करके रखा. नहीं, वो ये ऐसे ही होता है. ये तो ऐसे ही जंगल में इतना पास में पहली बार. ഇപ്പോൾ ആക്ച്വലി ഞങ്ങളുള്ളത് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ബോർഡറാണ്. സത്യം പറഞ്ഞാൽ ഓപ്പൺ ബോർഡർ ഞാൻ എൻ്റെ ലൈഫിൽ ദൂരെ ഒരു 100 മീറ്റർ അടുത്ത് തന്നെ കണ്ടിട്ടുള്ളൂ. कोई नहीं आ सकता है. अदायद ഇത് ഇത് पाकिस्तान, ഇത് इंडिया. देखने से समझ में आएगा.